ഇന്ന് ഹെവിലി എംബ്രോയിഡർഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസിൻ്റെ അകത്ത് ഹെവി എംബ്രോയിഡറി ആണ്. സാരി ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഡാർക്ക് പാലറ്റിൽ വന്നിരിക്കുന്ന ഒരു സാറ്റിൻ ജോർജറ്റിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. 5999 റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നല്ല ഹെവി ആയിട്ടാണ് ഈ ഒരു ബ്ലൗസിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആക്ച്വലി ഒരു ജർദോസി ഡീറ്റെയിലും, ജർദോസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എക്സ്പെൻസീവ് ആണ്. ആ ഒരു ലീഫ് പാറ്റേൺ ഒക്കെ ജർദോസിയും ഔട്ട്ലൈൻഡ് ആയിട്ടും പിന്നെ കട്ട് ബീഡ്സ് ഫില്ലിംഗ് വിത്ത് പേൾസും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഫ്ലോറൽ ലീഫ് പാറ്റേണിൻ്റെ ഒരു ജാൽ ഡിസൈനാണ് അതിനകത്ത് ബ്ലൗസിൽ ഹെവി ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ലോങ്ങർ ബ്ലൗസ് വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടോട്ട് ചെറുതായിട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ മാത്രം ഒന്ന് ഇച്ചിരി വർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വേണമെങ്കിലൊക്കെ നമുക്കത് ഒരു എൽബോയുടെ അവിടെ വരെ വരുന്നതാണെങ്കിലും ഒക്കെ നമുക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ ബോർഡർ പാറ്റേൺ ഓഫ് ദ സാരി, അത് നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഡീറ്റെയിൽ ആണ്. സീക്വൻസിൻ്റെ ഒരു ഇൻസൈഡ് ഡീറ്റെയിൽ വരുന്നുണ്ട്. ആൻഡ് ഫുള്ള് സെറിയുടെ മാർക്ക് ആൻഡ് ഫിനിഷിങ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന സ്കാലപ്പ് ആൻഡ് അകത്ത് വന്നിരിക്കുന്ന ഒരു 3 പെറ്റൽ ലുക്ക് വന്നിട്ടുണ്ട്. ഇത് ഫുള്ള് കട്ട് ട്യൂബ്സിലൊരു ഡബിൾ ലെയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല ഹെവി ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ബ്ലൗസാണ്. സ്ലീവിൽ മാത്രമാണ് കേട്ടോ വർക്ക് വരുന്നത്. സ്ലീവിൽ മാത്രം 2 സ്ലീവിലും ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു ഡീറ്റെയിൽ ഒരു ഇതിപ്പോൾ ഭയങ്കര ട്രഡീഷണൽ ലുക്കല്ല. അപ്പോൾ പിന്നെ നമുക്കതിനകത്ത് ഒരു എന്താ പറയുക ടൈ അപ്പ് ഡീറ്റെയിൽസ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ പാനൽസൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഓറൽ സിമ്പിൾ ഡീപ്പ് നെക്കാണെങ്കിലും ഭംഗിയായിരിക്കും. വീനെക്കും ഒക്കെ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 5999 റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷനാണ്. ഇത് ഡാർക്ക് ലുക്കാണ്. ദിസ് ഇസ് ദ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ഷെയ്ഡിലാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ഇത് ഫുൾ എംബ്രോയിഡേഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഡീറ്റെയിൽ ആണ് കേട്ടോ. അതിൻ്റെ ഫുൾ ലുക്ക് നേവി. ഇതേപോലെ തന്നെ സ്ലീവിൽ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് പോർഷൻ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് വന്നേക്കുന്നത്. ലൈനിങ് ഇട്ട് തന്നെ നമുക്കിപ്പോൾ ബാട്ടർ ക്രേപ്പ് അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ എന്ന് പറയുമ്പോൾ സ്റ്റിഫർ ആയിട്ടുള്ള ഫീൽ വരും. ക്രേപ്പ് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ദിസ് ഇസ് ദി ബ്ലൗസ് പീസ് ആൻഡ് ദിസ് ഇസ് ദി ബോർഡർ പാറ്റേൺ. ആൻഡ് ട്രാൻസ്പെറൻസി അധികം ആയിട്ട് വരത്തില്ല, കാരണം ഇത് ഒന്ന് ചെറുതായിട്ടേ ഉള്ളൂ. നമുക്ക് യൂഷ്വൽ ജോർജസിൻ്റെ അത്രയ്ക്കായിട്ട് അങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആവത്തില്ല. ഇതാണ് അതിൻ്റെ 1 ലെയറിൻ്റെ ലുക്ക് വരുന്നത്. And then maroon, shade. ഇത് നല്ല ഡാർക്ക് ഡീപ്പ് ഷെയ്ഡാണ് കേട്ടോ. അത് നമുക്ക് കാണാനൊരു ഭംഗിയാണ്. ഇത് എല്ലാം ഈവനിങ് ടൈമിലുള്ള ഫങ്ഷൻസിനാണെങ്കിലും ഡേ ടൈം ഫങ്ഷൻ ആണെങ്കിലും നല്ല. ഇപ്പോൾ വെഡിങ് ലുക്സിൽ നമുക്ക് സിൽക്ക് സാരീസിൻ്റെ ലുക്ക് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണെന്നുണ്ടെങ്കിൽ അതിനും നല്ലതാണ് കേട്ടോ. വെഡിങ് ലുക്സിന് ഇറ്റ് വിൽ ബി വെരി പ്രിറ്റി. And then burgundy. Last shade burgundy ആണ്. 5999 റേഞ്ചിൽ ISP 527 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 2 സ്ലീവിലാണ് വർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻ കേസ് വർക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം, ഒരു ക്രോപ്പ് ടോപ്പ് പോലെയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള സ്കാറ്റേഴ്സ് ആഡ് ചെയ്താലും മതി. ഇതേപോലെയുള്ള 3 പാറ്റലിൻ്റെ ഒരു ലുക്കോ എന്തായാലും അതൊക്കെ ആണെങ്കിലും ആക്ച്വലി മോർ ദാൻ ഇനഫ് ആയിരിക്കും. ഇതാണ് എൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ബർഗൻഡി ടോൺ. നല്ലൊരു തൊടാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമുക്ക് തീരെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നും വരത്തില്ല വെയർ ചെയ്യുമ്പോഴത്തേക്ക്. ഇവിടെയും അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മളത് അങ്ങനെ കൊണ്ട് വലിയുന്ന രീതിയിലൊന്നും വരത്തുമില്ല. അപ്പോൾ ഡെഫിനറ്റായിട്ട് ട്രൈ ഔട്ട് ചെയ്യുക. ഇതിൻ്റെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ലൈക്ക് നമുക്ക് ഇതിനകത്ത് എംബ്രോയിഡറിക്കകത്ത് വ്യത്യാസങ്ങൾ വരുന്നതും സ്ലീവ്സിനകത്തൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയുള്ള ഒരുപാട് ലുക്സ് നമ്മൾ ഇൻസ്റ്റോർ ഓൾറെഡി എത്തിച്ചിട്ടുണ്ട്. യു കെൻ കം ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. പേസ്റ്റൽസും ഒക്കെ അവൈലബിൾ ആണ്. പാർട്ടി വെയറിൻ്റെ ഒരു പുതിയ കളക്ഷൻ തന്നെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. സമ്മർ ടൈമിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യുന്ന കോട്ടൺ സാരീസ്, അതിൽ വീവിങ് പാറ്റേൺ അല്ലേ? അതെ, വീവിങ് പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ജാംദാനി വീവിങ് പാറ്റേണിൽ ഞാൻ അധികം കണ്ടിട്ടില്ലാത്തൊരു കളർ കോമ്പിനേഷനാണ് ഫസ്റ്റ് ലുക്ക്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്ലസന്റ് സമ്മർ കളർ, പിങ്ക് ആൻഡ് വൈറ്റിൻ്റെ ബ്രൈറ്റ് കളേഴ്സ്. അപ്പം രണ്ടും നല്ല ബ്രൈറ്റ് കോമ്പിനേഷൻ ആണ്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക.
ഇതിനകത്ത് ജാംദാനി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള വീവിങ് പാറ്റേണിനകത്ത് വരുന്നതാണ്. ഇന്ത്യൻ വീവ്സിനകത്ത് വന്നിരിക്കുന്നതാണ് ജാംദാനി വീവിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഈ ജാംദാനി വീവിങ്ങിൽ തന്നെ ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ് സാരിയിൽ വന്നിട്ടുള്ളത്. സ്റ്റിഫർ ആയിട്ടുള്ള നമ്മൾ 2 ടൈപ്പും കൊണ്ടുവരാറുണ്ട്. സ്റ്റിഫായിട്ട് നിൽക്കുന്ന ജാംദാനീസും വരാറുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇത് സോഫ്റ്റ് ജാംദാനി കാറ്റഗറിയിൽ 2 ഡിഫറെന്റ് കളേഴ്സ്. സമ്മർ ലവേഴ്സിന് അല്ലെ, സമ്മർ സാരി ലവേഴ്സ് ബ്ലെൻഡിലാണ് വന്നിരിക്കുന്നത്. കംഫർട്ടബിൾ ആയിട്ടുള്ള സാരി തന്നെയാണ്. ഇങ്ങനത്തെ ഈ സാരീസ് ഒക്കെ ഈ റേഞ്ചിൽ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് മറ്റ് പലർക്കും ചിന്തയുണ്ടാവും. ജാംദാനി സാരീസ് പ്യുവർ ആയിട്ട് വീവ് ചെയ്യുന്നത് നമ്മുടെ കോറ കളറിൽ മാത്രമാണ്. അതിൻ്റെ കൂടെ നാച്ചുറൽ ഡൈഡ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്ത് മാത്രമാണ് ചെയ്യുന്നത്. ആ ലൂംസിൽ എപ്പോഴും വീവേഴ്സിന് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെല്ല് ചെയ്യണമല്ലോ. സെല്ല് ചെയ്യുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവർ നാച്ചുറൽ ആയിട്ടുള്ള ഇതിൽ നിന്നൊന്ന് മാറിയിട്ട് ബ്ലെൻഡഡ് ആയിട്ടുള്ളതും കൂടി ആ സെയിം അച്ചിൽ തന്നെ മറ്റു സാരീസ് വീവ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ജാംദാനി സാരീസ് എത്തിക്കാൻ പറ്റുന്നത്. ഇതെല്ലാം മോട്ടേർഡ് പവർലൂമാണ്. നമ്മുടെ മോട്ടേർഡ് ഹാൻഡ്ലൂമാണ്. മോട്ടേർഡ് പവർലൂം അല്ല, കോട്ടേജ് ഇൻഡസ്ട്രീസിൽ ചെയ്യുന്ന മോട്ടേർഡ് ഹാൻഡ്ലൂമാണ്. മോട്ടോർ വെച്ചിട്ട് പ്രവർത്തിപ്പിക്കുന്ന ചെറിയ ലൂമുകൾ, ഇൻഡിവിജ്വൽ കുഞ്ഞു കുഞ്ഞു ലൂമുകൾ. അപ്പം ആ സാരി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലോസറിൽ ഒന്ന് കാണിച്ചു കൊടുത്തേരാ കേട്ടോ ബിബി. പല്ലുവിൽ ആ ഒരു ട്രഡീഷണലിനകത്ത് ആ ഒരു ജോമെട്രിക്കും ലീഫ് പാറ്റേണിന്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഗോൾഡൻ സെറി അതിനകത്ത് വരുന്നുണ്ട്. കളറുമായിട്ട് മേർജ് ചെയ്ത് നിൽക്കുന്നതാണ് ഗോൾഡ് അത്രയും അറിയുന്നില്ല. അതിന്റെ ഇൻസൈഡ് പോർഷനിൽ നമുക്ക് ഇങ്ങനെ കട്ടിയാൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ പല്ലുവിൽ വന്നിരിക്കുന്ന ആ പാറ്റേൺ തന്നെയാണ് അത് റിപ്പീറ്റ് ആയിട്ട് ആ ഒരു ബോർഡറിൽ വരുന്നത്. ബോഡി ഫുള്ളായിട്ട് ഡയമണ്ട് വീവിങ് പാറ്റേണിലുമാണ് വന്നിരിക്കുന്നത്. ഈ സാരീസിന് മറ്റൊരു പ്രധാന കാര്യമുള്ളത് ബ്ലൗസ് പീസ് അവൈലബിൾ അല്ല. ഇൻസൈഡ് പോർഷനിൽ വന്നിരിക്കുന്ന ആ ഒരു പ്ലെയിൻ സൈഡ് നമുക്കിതിനകത്ത് ആ ഒരു ഫുള്ള് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ നമ്മുടെ അണ്ടർസ്കേർട്ടിന്റെ പുറത്ത് വന്ന് ഓവർലാപ്പ് ചെയ്ത് ഒത്തിരി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉൾവശം പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ സാരിയിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കാം. പക്ഷെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ബ്ലൗസ് ആണെന്ന് സാരിക്ക് നീളമില്ലെന്ന് തോന്നും, പക്ഷെ സാരിക്ക് നീളമുണ്ട്. അതിന് 5.5 മീറ്റർ ഇത് കണ്ടോ. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ നോർമലി ബനാറസി സാരീസ് ആണെങ്കിലും കാഞ്ചീപുരം സാരീസിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു എഡ്ജിൽ ഇങ്ങനെ ഒരു വര കാണുമ്പോൾ നമ്മൾ അത് ബ്ലൗസ് പീസിന്റെ കയ്യിൽ ബോർഡർ കൊടുക്കാനാണെന്നുള്ളൊരു ഫീല് നമുക്ക് വരും. പക്ഷെ അത് ബ്ലൗസ് പീസിന്റെ കയ്യിൽ ബോർഡർ കൊടുക്കാനല്ല. ഇത് നമ്മൾ ബേസ് ചുറ്റി വരുന്ന സ്ഥലമാണ്. ഇവിടം വരെയാണ് അതിന്റെ വീവിങ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ചുറ്റി വരുന്ന വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ സാരിയിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം 1.10 എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് ലെഗ് വരെയും വരുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് 1.10 എന്ന് പറയും. ആ ഒരു പോർഷനാണ് ഇത്. 1.10 ഇല്ല, ആ ഒരു 1 മീറ്ററോളം വരുന്ന 80 സെന്റിമീറ്ററോളം വരുന്ന ആ ഒരു വിട്ടാണ് ഇവിടെ ഈ വന്നിരിക്കുന്നത്. ഇതാണ് സാരിയുടെ ഉൾവശം വരുന്നത്, ഐ മീൻ കുത്തുന്ന ഭാഗം വരുന്നത്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വന്നിരിക്കുന്നത്. ഇതും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള വീവിങ് ഡിസൈൻ ആണ്. നമ്മളിപ്പം ഗൗരി ഡ്രേപ്പ് ചെയ്തിരിക്കുന്നതിൽ കണ്ടിരിക്കുന്ന സെയിം വീവിങ് ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ ബഞ്ചായിട്ട് ഇരിക്കുമ്പോൾ അതിന് ഇച്ചിരി കൂടെ ഒരു ബ്രൈറ്റ് ലുക്ക് ഉണ്ടായിരിക്കും. 1 ലെയർ പിടിക്കുമ്പോൾ ഭയങ്കര ഒരു സോഫ്റ്റ് ബേബി പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. വിത്ത് വൈറ്റും കൂടെ വരുമ്പോഴേക്കും കുറച്ചും കൂടി അതിനൊരു ലൈറ്റ്നസ് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പം ഈ 2 കളക്ഷനും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീ ഓർഡറിലും അവൈലബിൾ ആക്കാൻ തോന്നുന്നു അല്ലേ. മൾട്ടിപ്പിൾ പീസസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 60 ഡേയ്സ് ടൈം ഫ്രെയിം വേണം. സിംഗിൾ ആയിട്ടുള്ള ഹെഡഡ് ലൂമിൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പം അത് കാരണം അതിൻ്റെതായ ഒരു ടൈം ഫ്രെയിം വേണ്ടി. ഇപ്പം ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോക്സ് നമ്മുടെ അവൈലബിൾ ആണ്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോഫ്റ്റ് ജാംദാനിയിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോമ്പിനേഷൻസ്. ഇത് പിങ്കില് വൈറ്റും, അത് പീച്ചില് ഒരു യെല്ലോയിഷ് ടിന്റും അല്ലേ. റെഡിഷ് പീച്ചിന്റെ അകത്ത് യെല്ലോയിഷ് ടോണുമായിട്ടാണ് വന്നിരിക്കുന്നത്. 1799 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ആൻഡ് വിത്തൗട്ട് ബ്ലൗസിലാണ് വന്നിട്ടുള്ളത്. RP439 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ കോഡ് ക്രോസ് ചെക്ക് ചെയ്തേക്കാം. ആ എൻഡിലാണ് ഗൗരി. RP439 1799. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ്, അത് വീവിംഗ് പാറ്റേണിന്റെ പ്രിന്റിംഗ് കോമ്പിനേഷൻ. നമുക്ക് എപ്പോഴും ഉള്ള ഒരു കളർ പാറ്റേണിൽ കുറച്ച് ഡിഫറൻസ് കൊണ്ടുവന്ന് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വയലറ്റ് ബ്ലാക്ക് ഗ്രീൻ കോമ്പിനേഷൻസ് നമ്മളുടെ ആ ഒരു പാലറ്റ്സിന്റെ അധികം എപ്പോഴും വരുമായിരുന്നു. ഞാനധികം കണ്ടിട്ടില്ല. ഞാൻ പൊതുവെ വയലറ്റ് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല, പക്ഷെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസിന്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ ഓരോ കളറിനും പ്രത്യേക ഭംഗി വരുന്നുണ്ടോ, നല്ല ഭംഗിയായിട്ട്. അതായത് നമ്മുടെ ഒരു ഏകദേശം തൈസിന്റെ മിഡ് തൊട്ട് ഏകദേശം ആംഗിൾ വരെയുള്ള പോർഷനിൽ ആ പ്ലെയിൻ ആയിട്ടുള്ള പാറ്റേൺ ആൻഡ് ബ്രോഡായിട്ട് നമ്മുടെ ബോർഡർ ഡീറ്റെയിലിംഗ് ബ്യൂട്ടിഫുൾ ലുക്കാണ്. 1 ലെയർ കൊടുക്കാനും അടിഞ്ഞു കൊടുക്കാനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ
ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഡാർക്കർ പാലറ്റ് സെന്റർ പോർഷനിൽ വന്നിട്ട് ബ്രൈറ്റർ പാലറ്റ് ബോർഡേഴ്സിൽ വന്നിരുന്നു. ഗൗരി എടുത്തേക്കുന്നത് നോക്കുവാണെങ്കിൽ കണ്ടോ, അടുക്കി കുത്തിയാലും വള്ളരിട്ടാലും നല്ല ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ഇത് സിംഗിൾ ടോണിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കോഡ് വന്നിരിക്കുന്നത് 190 ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നുണ്ട്. അതിന്റെ സെക്കൻഡ് ഷെയ്ഡ് അതും റാണി പിങ്കും ഗ്രീനും മസ്റ്റേർഡും കൂടെ ഉള്ള കോമ്പിനേഷനാണ്. ഒരു ആദ്യം വേറെ ചെയ്തേക്കുന്നത് ഒരു ബേൺഡ് ഓറഞ്ചും ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷൻ. ഇതിനകത്ത് ഒരു കാര്യം കൂടി വരുന്നുണ്ട്, ഇതിന്റെ ബ്ലൗസും പ്രിന്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈവൻ നമുക്ക് ഇതിനകത്ത് സിംഗിൾ കളർ ആയിട്ടുള്ള ബ്ലൗസസ് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഇതൊരിയും വരുന്ന ഒരു എല്ലാം കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പം ആർക്ക് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നു എന്നെ ഇഷ്ടം. എനിക്ക് ഗൗരിയുടെ ദേഹത്ത് വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിങ്ക് നമുക്ക് എപ്പോഴും കോംപ്ലിമെന്റ് ചെയ്യുന്ന ഫേസിന് ഒരു ഇതാണ് എന്റെ പല്ലിന്റെ പ്രശ്നം. പല്ലുമല്ല, ബ്ലൗസ് പീസ്. ഇൻ കേസ് നിങ്ങൾക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏത് കളർ ബ്ലൗസും, ഗ്രീൻ ആണെങ്കിലോ വൈറ്റ് ലെക്നോവി ആണെങ്കിലോ മസ്റ്റേർഡല്ലോ ആണെങ്കിലോ ഒക്കെ ആൻഡ് ഈ ഒരു ബോർഡേഴ്സിന് പറയുന്ന പേരാണ് ഗുങ്കുറു ബോർഡേഴ്സ്. നമ്മള് നോർമലി ചെലങ്ക, ഗുങ്കുറു എന്ന് പറഞ്ഞാൽ ചെലങ്കയാണ്. അപ്പം നോർമലി ചെലങ്കയിൽ നമ്മുടെ സൗത്തിലുള്ള ചെലങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ബോക്സിനകത്ത് കുഞ്ഞു കുഞ്ഞ് മുത്തുകൾ പിടിപ്പിച്ചിട്ട് ബെൽറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. നോർത്തിലോട്ടൊക്കെ ചെല്ലുമ്പോൾ കുഞ്ഞൊരു ക്ലോത്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ. അതിന്റെ അറ്റത്ത് 2 വള്ളി ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന കുഞ്ഞു കുഞ്ഞു മണികളോട് കൂടി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഗുങ്കുറു ബോർഡേഴ്സ്. ഞാൻ ഇതിനു മുമ്പും ടെസസ് സാരീസിനകത്തൊക്കെ ഗുങ്കുറു ബോർഡേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. വിദർഭ ബോർഡേഴ്സിന്റെ ഒക്കെ സൈഡിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാന്ത ലൈൻ പോലെ വരുന്നതിനാണ് ഞാൻ കൊടുക്കുന്നത്. ഇതാണ് എന്റെ ഫുൾ സാരിയുടെ അപ്പ ബോർഡറിനകത്ത് വന്നിരിക്കുന്നതില് കഴിഞ്ഞാല് ഇതൊരു ബ്ലോക്കാണ്, ബ്ലോക്കില് ചെയ്തേക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രിന്റ് പാറ്റേൺ. ലോ ബോർഡറിൽ നമുക്ക് അതിനകത്ത് ഒരു ജോമെട്രിക് ഡിസൈനും കൂടെ ആ ഒരു ജോമെട്രിക് ഡിസൈനിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ലോവറിലെ ആ ബോർഡർ കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരും. രണ്ട് നല്ല 1 ലെയർ കൊടുക്കാനാണെങ്കിലും അഴുക്കി കുത്തി കൊടുക്കാനാണെങ്കിലും കാഷ്വൽ ബീറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതിന്റെ ഒരു ഇൻസൈഡ് പോർഷൻ നമുക്ക് അത്രയ്ക്ക് അങ്ങനെ ഒരു വൈറ്റിഷ്നെസ് ആയിട്ട് തോന്നത്തില്ല. അത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാവുന്ന. ഇതിന്റെ അകവും പുറവും തമ്മിൽ ഒരേപോലെയാണ് ഏകദേശം. ഒരു കൺഫ്യൂഷൻ അതെ, എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ തോന്നി. രണ്ടും ഒരേപോലെ തന്നെയാണ് വന്നിരുന്നത്. അത് പവർ ടൂമിൽ ചെയ്തിട്ടിരിക്കുന്ന ബഗൽശ്രീ ഗ്രീൻ പാറ്റേൺ വന്നിരിക്കുന്ന സാരിയാണ്. വെറൈറ്റീസ് ഇഷ്ടമുള്ളവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് വന്നിരിക്കുന്നത്. സീസണൽ ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആണ്. കോട്ടൺ ബ്ലെൻഡഡ് ആണ്. അതുപോലെ തന്നെ ആൻഡ് നെക്സ്റ്റ് കളർ ഞാൻ എടുക്കാം. കിങ്ഫിഷർ ബ്ലൂവിന്റെ കൂടെ മെജന്തി ബ്ലാക്കിഷ് ബ്ലൂ. ഒരു അടുത്ത സാരി എടുത്തോളാം. നല്ല രസമില്ല കാണാൻ. ആ ഒരു ബ്രൈറ്റും റിച്ചും രണ്ടും കൂടെ ഒരു അപ്പൊ ഇനി റേറ്റ് ചെയ്യാനായിട്ട് വേറെ ആരും നോക്കണ്ടല്ലോ. ഞാൻ പിടിച്ചേക്കുന്നത് തിരിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ അപ്പൊ ഫോൾഡിങ്ങിനകത്ത് വന്നിരിക്കുന്ന വ്യത്യാസം കാരണം വന്നിട്ടുണ്ട്. ഫോൾഡിങ് വന്നപ്പോൾ വന്നിരുന്ന വ്യത്യാസമാണ്. ഇതാണ് എന്റെ ലുക്ക് വരുന്നത്. നല്ല ലുക്കുള്ള സാരീസ് ആട്ടോ. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ യുണീക്ക് സാരീസ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. US 189 190 ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1599.